ഈ വിഷ്വൽസ് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരുപാട് കാലങ്ങളുടെ പുറകോട്ട് പോയി. കാരണം ഇപ്പം കണ്ട ഷോർട്സിൽ മിമിക്രി ബേസ് ചെയ്തിട്ടുള്ള ഷോർട്സിലൊരു 75% ഞാൻ തന്നെ ഷൂട്ട് ചെയ്തതാണ്. തീർച്ചയായിട്ടും എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതിൽ ആദ്യത്തെ കാസറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് നാദൃശ്യം അഭിയൊക്കെ ഉള്ള മിമിക്സ് പരേഡ് ഓഫ് കൊച്ചിൻ ഓസ്കാർ. അതിനുശേഷമുള്ള കലാഭവൻ്റെ ഹരിശ്രീ മിമിക്സ് പരേഡ്, ദിലീപും ഈ കാസറ്റുകൾ എല്ലാം നമ്മൾ തന്നെ ഷൂട്ട് ചെയ്ത കാസറ്റ് ആയതുകൊണ്ട് ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ പുറകോട്ട് പോകാൻ സാധിച്ചു. എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഫീൽ ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ രോമം എഴുന്നേറ്റ് വന്നു പോയി ആ പഴയ കാലഘട്ടം. അതുപോലെ ടെസ്നിഗാനൊക്കെ ആയിട്ടുള്ള നമ്മുടെ പോലക്കടക്കാരൻ ആ സോങ്സ്, അങ്ങനെ പാരഡൈസ് സോങ്സ് ഒക്കെ ആദ്യമായിട്ട് നാദൃശ്യയുടെ ഷൂട്ട് ചെയ്ത് ഞാനായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ഇത് എഡിറ്റ് ചെയ്തത് ആരായാലും ഗംഭീരമായിട്ടുണ്ട് അതിനകത്ത്. അതുപോലെ എഐയുടെ കുറേ വർക്കുകളും അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പലരുടെയും തല മാറ്റി വേറെ തലകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് ആ വർക്ക്. ആരായാലും പ്രത്യേകിച്ച് അതിൻ്റെ പുറകിലുള്ള ഇതിൻ്റെ സംവിധായകന് നല്ലൊരു കൈയടി കൊടുക്കണം നമുക്ക്. എലീന, ഒരു സംശയം ചോദിക്കാൻ, ഇത് ഒറിജിനൽ സലീം കുമാർ പറഞ്ഞാണ് അല്ലെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റ് വോയിസ് ഓവർ കൊടുത്താണ്? മിമിക്രി ആർട്ടിസ്റ്റ് സൗണ്ട് കൊടുത്തു. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കാരണം ഗംഭീരമുണ്ട്. ആ ആർട്ടിസ്റ്റിന്റെ പേര് കൂടി പറഞ്ഞാൽ രജി രാമപുരം. റെജി രാമപുരം ഏറ്റവും നന്നായിട്ട് സലീമിന്റെ വോയിസ് എടുക്കുന്ന ഒരു വ്യക്തി. ശരിക്കും ആ വീഡിയോ കണ്ടപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയോ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം മെഗാ ചാർജ് ഈവന്റ് ഇത്രയും ഗംഭീരമാക്കാൻ ഇത്രയും ലെജൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കും ഈ ഷോ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ട് ഏത് മൂഡ് അടിച്ചു പൊളിക്കട്ടെ, പരിപാടി ഇറക്കട്ടെ. അതാ വരാൻ പോണ അടുത്ത പരിപാടി എന്ന് പറഞ്ഞേ. ഓ, എപ്പോഴും ഗസ്റ്റ് വരാനില്ല. ഇത് എന്ത് പരിപാടി? അയ്യോ, ഈ പ്രധാന അതിഥി വരാതെ പരിപാടി തുടങ്ങാൻ പറ്റില്ലല്ലോ ലീന. നീ സാധാരണ എല്ലാം ഉടക്കാണ്, പക്ഷെ ഇതെന്താണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എല്ലാവരും കാണണം. പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് കോമഡി മാസ്റ്റേഴ്സ് ഫ്ലോർ. ഞാൻ പറഞ്ഞ ആൾക്കാരാണ് ഇരിക്കുന്നതൊക്കെ. കണ്ടായിരുന്ന എല്ലാവർക്കും ഹായ് കൊടുക്ക്. ഇത് അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ഏലിയനാണ്. ഏലിയൻ അന്യഗ്രഹത്തിൽ നിന്ന് വന്നത്, അല്ലാതെ ഞാൻ ചാർജ് കൂട്ടുന്ന വേഷം കെട്ടിക്കൊണ്ട് വച്ചേക്കുന്നതല്ല. മനസ്സിലായില്ലേ? ഹായ്, ഹലോ. ഈ ഏലിയന്റെ പേരാണ് മനോജ് നെടുമങ്ങാട്. എന്താ മനോജ് നെടുമങ്ങാടോ? വേണമെങ്കിൽ നെടുമങ്ങാട് മനോജ് എന്നും പറയാം. സത്യത്തില് ഇവന്റെ പേര് ഞാൻ മനോജ് എന്നാക്കാൻ ഒരു കാരണമുണ്ട്. ആ പേരെന്ന് പറഞ്ഞടാ, ഡിക്ടോൺ 321808112. മനോജ് അല്ലേ നല്ലത്? അതല്ലേ നല്ലത്? ഇത് ചെറുത്. ഇത് ഇവന് സ്ഥലത്തിന് ഒരു പേരുണ്ട്, 1.5 ഏക്കർ നീളത്തില്. അതുകൊണ്ട് അത് നെടുമങ്ങാടാക്കി. അപ്പൊ ഇനി ഷോ തീരുന്നവരെ നീ മനോജ് നെടുമങ്ങാട് എല്ലാരും അങ്ങനെ വിളിക്കാവേ. മനോജ് നെടുമങ്ങാട്. വന്നതിന് ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് ഇവന്റെ നാട്ടിൽ ആർക്കും ചിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലാണല്ലോ ചിരിയുള്ളത്. ഞാൻ പറഞ്ഞു ആ നാട്ടില് ഇവന്റെ ഉണ്ട് മറ്റേ ഫയർ അടിക്കുന്ന ഒരു മിഷൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവന്റെ നാട്ടില് ആൾക്കാർക്ക് ചിരിക്കണം. ആ ചിരി പഠിക്കാൻ വേണ്ടി, മിമിക്രി പഠിക്കാൻ വേണ്ടി ഇവൻ കേരളത്തിലേക്ക് വന്നു. വേറൊരു കാര്യം, ഇവൻ ഇങ്ങനെ നിൽക്കുന്നത് വിചാരിച്ചിട്ട് ഇവന് കഴിവില്ലാത്തവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരുപാട് കഴിവുള്ളൊരു പയ്യനാണിത്. ഇപ്പൊ ഒരു കഴിവ് കാണിച്ചത് എനിക്കിവൻ പയ്യൻ മനോജ് നെടുമങ്ങാട്. ഇവന്റെ ഒരു ഭയങ്കര കഴിവ്. ശ്വേത ചേച്ചി, അതാണ് ശ്വേത മേനോൻ. വലിയ പുള്ളിയാണ് സിനിമയുടെ ഇപ്പം. അയ്യോ, ചേച്ചി കണ്ടിന്യൂ. ശ്വേത മേനോൻ, ഇന്ത്യൻ ആക്ട്രസ്, മോഡൽ, മലയാളികളുടെ സ്വന്തം രതി ചേച്ചി. വയസ്സ് മാത്രം പറയരുത്. ലോൺ എടുത്താണ് വെപ്പൂരിൽ വെച്ചേക്കണെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഇന്നും ചേച്ചിക്ക് 18 വയസ്സേ ഉള്ളൂ. ആ വിഗ്രഹം നീ തറയിട്ട് ഉടച്ചുകളയല്ലേ. വയസ്സ് പറയല്ലേടാ പറയല്ലേ കേട്ടാ. മനോജ്, ഇരിക്കുന്ന ചേച്ചിയെ കണ്ട ശ്രീവിദ്യ ചേച്ചി, ഈ ചേച്ചിക്ക് ബുദ്ധിയുണ്ടോ എന്നൊന്ന് പറയൂ. ഏലിയൻ അണ്ടെണ്ണ ഗൂഗിൾ മാപ്പ് കണക്ക് കറങ്ങി. എന്റെ പൊന്നെണ്ണ, ഈ ബഹിരാകാശത്ത് പോലും അന്യഗ്രഹത്തിൽ പോലും ഉത്തരവില്ലാത്തൊരു ചോദ്യം നിങ്ങളുടെ ഈ കൊച്ചു ചെറുക്കനോട് ചോദിച്ചാൽ അവൻ കിടന്ന് അവന്റെ ചാർജ് തീർന്ന് വീഴും. അതൊന്നും ചോദിക്കല്ലേ. വേണ്ട, ഒന്നുമില്ല. അവൻ ഇവിടെ വന്ന് മക്കള് വാടാ. എടാ എലിയ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതാണ് പക്രുച്ചേട്ടൻ. ഈ ഇരിക്കുന്ന ആളെ പരിചയമുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. തിരിച്ചറിയാൻ അറിയാവോ? അതിങ്ങനെ എയറിൽ പോകാറല്ലേ, എയറിൽ പോകുന്ന സമയത്ത് അവിടെ അതറിഞ്ഞില്ലേ? ഇവൻ വേറൊരു അറിവും കൂടെ തന്നായിരുന്നു. പുള്ളി അവിടെ ഒരു 2 BHK ഫ്ലാറ്റ് കൊടുത്ത് കാര്യം ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ അവിടെ ഹോട്ടൽ ബില്ല് ഒരുപാട് ആവും തന്നു. അതായത് ഇപ്പൊ ഇവന് വേണ്ടത്, ഇവന് മിമിക്രിയിൽ ആദ്യാക്ഷരം കുറിക്കണം. കറക്റ്റ് സ്ഥലത്താണ് ഏലിയൻ വന്നിരിക്കുന്നത്.
അല്ലല്ലല്ല മിമിക്രിയിൽ ധർമ്മൻ ചേട്ടൻ എന്നെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, മിമിക്രിയുടെ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പേരേ നമുക്കുള്ളൂ, KS പ്രസാദൻ. അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഒരെതിർപ്പില്ല, എതിരില്ലാതെ വിജയിച്ചു. അതെ, ബോർഡ് മാറ്റും കേട്ടോ ഇനി വീട്ടിന്റെ. പ്രസാദേട്ടന്റെ വീടിന്റെ ബോർഡ് മാറും. എന്തായിരുന്നു പേര്? എഴുത്തച്ഛൻ മാറും മിക്കവാറും.